ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇവരെല്ലാവരും അംഗീകരിച്ച ഒരു രീതിയിലാണ് നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഒരു വാർഡ് നമുക്ക് നഗരസഭയിൽ ജയിച്ചു ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. തദ്ദേശപ്പോരിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ 18ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് PTM കോളേജ് വാർഡ് എന്നറിയപ്പെടുന്നു. ഈ ഫ്ളാറ്റ് തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി. പാവപ്പെട്ടവർ എന്ന് വിളിക്കാമെങ്കിലും വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്ത, സുരക്ഷിതമായി താമസിക്കാൻ വീടില്ലാത്ത, സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ബൃഹത് പദ്ധതിയാണല്ലോ ലൈഫ് മിഷൻ. ആ ലൈഫ് മിഷനിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭവന സമുച്ചയത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. വാർഡ് കൗൺസിലർ ഷെർലിജ, ഈ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഇത്രയും വലിയ പദ്ധതിയൊക്കെ നിങ്ങൾ നേരത്തെ കൗൺസിലർ ആയിരുന്ന വാർഡിൽ നടപ്പായി എന്നൊക്കെ പറയുന്ന വലിയൊരു നഗര പരിധിയിൽ നടപ്പായി എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ്. വോട്ടർമാരെന്നുള്ള പ്രതികരണം. ഇപ്പൊ നമ്മൾക്കറിയാം, പെരിന്തൽമണ്ണ നഗരസഭയുടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 400 പേർക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ടുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് 200-ലധികം വോട്ടർമാരുള്ള ഒരു പ്രദേശം കൂടെയാണ്. നമ്മുടെ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളും കൂടെയാണ്. അതിന്റെ ഒരു പ്രത്യേകത കൂടെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഫ്ലാറ്റിന്റെ അവസ്ഥ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിന്റെ മുന്നോടിയായിട്ട് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും മറ്റും നമ്മൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അഭിപ്രായം തന്നെയാണ് ജനങ്ങൾ നമ്മുടെ നഗരസഭയോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല, അത് ലോകത്തുണ്ടാവില്ല. ഇവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചത്, ഇതൊക്കെ വോട്ടർമാർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്വാധീനിക്കാവുന്ന, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വയസ്സായ ആളുകൾക്കൊക്കെ മാസം ഒരു തുക പെൻഷനായി കിട്ടുക, മക്കളെ ആശ്രയിക്കാതെ മരുന്ന് വാങ്ങാനൊക്കെ, ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന സ്ത്രീകളിൽ നിന്ന്, ഉമ്മമാര്, ഉപ്പമാര്, അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വോട്ടർമാരെല്ലാം ഈ ഒരു സർക്കാരിനെയും നഗരസഭയുടെ ഭരണത്തെയും കാണുന്നത്. നമുക്കറിയാം, ഇപ്പോ 2000 രൂപ നമ്മൾ പെൻഷൻ വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. വരുന്ന സർക്കാരിനെയും നമ്മുടെ നഗരസഭയെയും നമ്മൾ എല്ലാവരും ഇപ്പൊ ഇവിടെ ഈ ഒരു വാർഡ് പരിശോധിച്ചാൽ തന്നെ അറിയാം, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, ഇവിടുത്തെ മിക്ക വോട്ടർമാരും സാധാരണക്കാരാണ്. അവരെല്ലാം ഈ ഒരു പെൻഷന്റെ ഒരു ഗുണഭോക്താക്കളാണ്. തീർച്ചയായും നമുക്ക് അറിയപ്പെടുന്നു. ഇപ്പോൾ വനിതകൾക്കായിട്ടുള്ള നമ്മുടെ 1000 രൂപ പെൻഷൻ, അതൊക്കെ അവര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അത് നമ്മുടെ ഈ ഒരു ഇലക്ഷനിലുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഈ വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാനാർത്ഥികളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അത്തരം അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഈ വനിതകൾക്കായി, സ്വയം സംരംഭകരായി അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ തുടങ്ങുന്ന ആശയങ്ങളാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കളിസ്ഥലമാണ്. ഈ വാർഡില് അങ്ങനെ ഒരു എന്തെങ്കിലും ആവശ്യകത ഉണ്ടോ? ഈ കുടിവെള്ളത്തിന്റെ ലഭ്യത പൂർണ്ണമായിട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ആശയം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനും നടപ്പാക്കാനും കഴിയുന്നത്. അതുകൂടാതെ വയോജനങ്ങൾ ഒരുപക്ഷെ വീടുകളിലൊക്കെ ഒറ്റപ്പെട്ടും അവരെ നോക്കാൻ ആളില്ലാത്ത ഒരുപാട് പേരുണ്ട്. പല മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞങ്ങളോട് പറഞ്ഞത് വയോജനങ്ങളുടെ സംരക്ഷണം, വനിതാ സംരക്ഷണം സുരക്ഷിതമാക്കുന്ന ഒത്തിരി പദ്ധതികൾ അവർക്ക് ആശയങ്ങളായി പങ്കുവച്ചു. അപ്പോൾ ഷെർലിജ, ഈ വാർഡിൽ താങ്കളെ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ താങ്കൾക്ക് അങ്ങനെയുള്ള ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നടപ്പാക്കാനുള്ളത്? തീർച്ചയായും. നമുക്കറിയാം, വയോജനങ്ങൾക്കായിട്ട് നമ്മൾ വയോമിത്രം പരിപാടി നമ്മുടെ നഗരസഭ ഏറ്റവും നന്നായ രീതിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ ഒരു പരിപാടി നമുക്ക് പറയാം, ഈ ഒരു വാർഡ് ചെറിയ വാർഡാണ്. അപ്പൊ ആ വാർഡിനനുസരിച്ച് നമുക്ക് നമ്മുടെ അർഹരായിട്ടുള്ള എല്ലാ വയോജനങ്ങൾക്കും നമ്മൾ അവരോടൊപ്പം നിന്ന് അതിനുള്ള വയോജന ക്ലിനിക്കുകൾ മാസം തോറും നടത്തുന്നത്, അവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതികൾ, നൂതനമായ ആശയങ്ങളോട് കൂടിയിട്ട് അവരുടെയും കൂടെ അഭിപ്രായത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ ഞാനൊരു കുടുംബശ്രീ സംവിധാനത്തിലൂടെ വന്നൊരു കൗൺസിലറും കൂടെയാണ്. തീർച്ചയായും കുടുംബശ്രീയെ നമ്മൾ ഒപ്പം നിർത്തി വനിതകൾക്കായിട്ടുള്ള ഒരു വനിതാ സംരംഭകരെ മുന്നോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ വാർഡിലും നമ്മുടെ നഗരസഭയിലും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് അവരോടൊപ്പം നിൽക്കാനാണ്. നമ്മുടെ ഈ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സംവിധാനം ചെയ്തിട്ടുള്ള റൂമുകളോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു പണി നടത്തിയിട്ടുള്ളത്. അത് നമുക്ക് തീർച്ചയായും വിനിയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഈ കുട്ടികൾക്ക് കളിസ്ഥലം, അതൊക്കെ അവരുടെ ഒരു സ്വപ്നമല്ലേ? കുട്ടികൾക്ക് നമുക്ക് കളിസ്ഥലം അനിവാര്യമാണ്.
അതോടൊപ്പം അതിനനുസരിച്ചിട്ട് കളിസ്ഥലം ഉണ്ടാക്കണം. നമുക്കൊരു ഓപ്പൺ ജിം, ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്കായിട്ടുള്ള ഓപ്പൺ ജിം, മറ്റു സൗകര്യങ്ങൾ, കളിസ്ഥലം അതിനനുസരിച്ച്. പിന്നെ അതുപോലെ ചോദിച്ചതിനനുസരിച്ച് കുടിവെള്ള പ്രശ്നം ഉണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിച്ചു പോകേണ്ടതാണ്. അതിനെല്ലാം പദ്ധതി അത് അറിയാലോ, അത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തീർച്ചയായും പറ്റും. അത് നമുക്ക് ഇവിടെ എത്തിക്കാം. നമ്മൾ വിജയിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിലാണ്. അവസാനം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ വാർഡിലുള്ള ആളുകള് ഷെർലിജയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, വിജയിപ്പിക്കും. ഈ വാർഡിലുള്ള ആളുകളെല്ലാം സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ പരാജയമെന്ന ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വാർഡിൽ നിന്നും വിജയിച്ച് കയറാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യവും പ്രതീക്ഷയുമുണ്ടോ? ഒരു ചോദ്യം. നഗരസഭ 3 പതിറ്റാണ്ടിലധികമായി LDF ആണ് ഭരിക്കുന്നത്. ഈ നഗര കാര്യാലയത്തിലേക്ക് LDF ഭരണത്തിലേറുന്ന നഗര കാര്യാലയത്തിലേക്ക് ഇവിടെ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ഷെർലിജയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായും. അതിന്റെ ഉദാഹരണമാണ് ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇവരെല്ലാവരും അംഗീകരിച്ച ഒരു രീതിയിലാണ് നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഒരു വാർഡ് നമുക്ക് നഗരസഭയിൽ ജയിച്ച് ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ നഗരസഭയുടെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ്. പരിമിതികളുണ്ട്, ഇനിയും പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. അതെല്ലാം നടപ്പിലാക്കിയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിലാണ്. നിങ്ങൾ ഈ കാണുന്ന പ്രവർത്തകരെല്ലാം നമ്മളോട് ഒപ്പം ഉണ്ട്. അവരോടൊപ്പം ഞാനും ഉണ്ടാവും. വിജയിക്കുമെന്ന ആത്മവിശ്വാസം? തീർച്ചയായും വിജയിക്കണം. നേരത്തെ LDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാഷാണ് വിജയിച്ചു കഴിഞ്ഞു ഇനി വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കാനുള്ളതെന്ന് പറഞ്ഞ്. അതുപോലുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ട് ഇവിടെ. വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നമ്മളോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളാണ്. സാധാരണക്കാരുടെ ഒപ്പം നമ്മളുണ്ടാവും. LDF സർക്കാരും ഉണ്ടാവും, നഗരസഭയും ഉണ്ടാവും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഷെർലിജ. നേരത്തെ കൗൺസിലർ ആയിരുന്നു. ഇപ്പൊ ഈ 18ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് നഗരസഭ ഭരണം LDF പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ഈ വാർഡിൽ നിന്ന് ജയിച്ച് കാര്യാലയത്തിലേക്ക് ചെല്ലാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥി നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. വിജയം ആശംസിക്കാനേ എനിക്ക് പറ്റൂ. ആരെ വാഴിക്കണമെന്നും ആരെ വാഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതും ജനങ്ങളാണ്. ഈ വാർഡിലെ ജനപ്രതിനിധിയായി ഷെർലിജയെ വേണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആര് വേണം, ആരാണ് അവരുടെ ജനപ്രതിനിധി എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ ഷനു അരിക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.